നമസ്തേ. ലോകത്തിന് വെളിച്ചം പകരാൻ വത്തിക്കാൻ മത പാർലമെന്റ് ഏറെ ശ്രദ്ധേയമാകുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ആലുവയിൽ സംഘടിപ്പിച്ച സർവമത മഹാസമ്മേളനത്തിന്റെ ശതാബ്ദി പ്രമാണിച്ച് വത്തിക്കാനിൽ നവംബർ 29, 30, ഡിസംബർ 1 തീയതികളിലായി ലോകമത പാർലമെന്റ് സംഘടിപ്പിക്കുകയാണ്. ക്രിസ്തു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വത്തിക്കാനിൽ സർവാദരണീയനായ മാർപ്പാപ്പ പങ്കെടുത്ത് അനുഗ്രഹിക്കുന്ന ഈ മഹാസമ്മേളനം ചരിത്രത്തിൽ നവീന അധ്യായം കുറിക്കുമെന്നുറപ്പ്. സ്നേഹത്തിന്റെ അവതാരമൂർത്തിയായ ക്രിസ്തുദേവന്റെ ആധ്യാത്മിക ചൈതന്യത്തിൽ പരിഭൂഷിതമായ അന്തരീക്ഷത്തിൽ ലോകമതങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത് ശ്രീനാരായണ ഗുരുവിന്റെ തത്വദർശനത്തിന്റെ വെളിച്ചത്തിൽ മതത്തിന്റെ ഏകതയും സൗഹാർദ്ദവും സമന്വയവും വിളംബരം ചെയ്യുകയാണ്. പലമത സാരവുമേകം എന്ന ഗുരുദർശനത്തിന്റെ വെളിച്ചത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന താത്വികമായ നിലപാടിലാണ് സർവമത സമ്മേളനം സംഘടിപ്പിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ആലാപനം ചെയ്തുകൊണ്ടാണ് സമ്മേളനം ആരംഭിക്കുക. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു സർവമത സമ്മേളനം നടന്നത് അമേരിക്കയിലെ ഷിക്കാഗോയിലാണ്. എന്നാൽ ഈ സമ്മേളനം ലക്ഷണമൊത്ത സർവമത സമ്മേളനമാണ് എന്ന് പറയുക വയ്യ. വിവേകാനന്ദ സ്വാമികളുടെയും ഭാരതത്തിലെ പല മഹത്തുക്കളുടെയും സാന്നിധ്യം കൊണ്ട് ഒരു സർവമത സമ്മേളനത്തിന്റെ കെട്ടും മട്ടും ഉരുത്തിരിഞ്ഞു എന്നതാണ് സത്യം. ബുദ്ധന്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു. അതിനാൽ ബുദ്ധൻ അഹിംസാധർമ്മത്തിന് മുഖ്യത കൽപ്പിച്ചു. ക്രിസ്തുവിന്റെ കാലത്ത് സ്നേഹത്തിന്റെ അഭാവമായിരുന്നു. അതിനാൽ ക്രിസ്തു സ്നേഹത്തിന് പ്രാധാന്യം നൽകി. നബിയുടെ കാലത്ത് സാഹോദര്യത്തിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നിരിക്കാം. അതിനാൽ അദ്ദേഹത്തിന്റെ മതത്തിൽ സാഹോദര്യത്തിന് മുഖ്യത കാണുന്നു. ഇന്നിന്റെ ആവശ്യം എന്താണ്? ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്ന് മോചനം. ഗുരുദേവന്റെ ഈ തിരുവായ്മൊഴികൾ തികച്ചും അർത്ഥവത്താകുന്നു. പല മത സാരവുമേകം എന്ന സിദ്ധാന്തം വെളിപ്പെടുത്താൻ ഗുരുദേവന്റെ നേതൃത്വത്തിൽ ലോക ചരിത്രത്തിലെ ഒന്നാമത്തേതെന്ന് വിശേഷിപ്പിക്കാവുന്ന സർവമത മഹാസമ്മേളനം 1924 മാർച്ച് 3, 4, 5 തീയതികളിൽ ആലുവയിൽ നടന്നു. ആ സമ്മേളനത്തിന്റെ ശതാബ്ദി പ്രമാണിച്ച് 2024 നവംബർ 29, 30, ഡിസംബർ 1 തീയതികളിലാണ് വത്തിക്കാനിൽ ലോകമത പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്. സർവമത സമ്മേളനത്തെ തുടർന്ന് ശിവഗിരിയിൽ ഗുരുദേവൻ ഒരു സർവമത പാഠശാലയ്ക്ക് തുടക്കം കുറിച്ചു. ഭാരതീയ വേദാന്ത ദർശനവും ധർമ്മപദവും ബൈബിളും ഖുറാനും ഇതര മതഗ്രന്ഥങ്ങളും ഇവിടെ പാഠ്യവിഷയങ്ങളാണ്. ഇന്നും ശിവഗിരിയിൽ നടക്കുന്ന ഈ മതമഹാ പാഠശാലയിൽ ജാതിമത ഭേദമന്യേ ആർക്കും ചേർന്ന് പഠിക്കാവുന്നതാണ്. മുഴുവൻ ചെലവുകളും ശിവഗിരി മഠം വഹിച്ചുകൊള്ളും. നന്ദി. കടപ്പാട് ശ്രീ സച്ചിദാനന്ദ സ്വാമി. സിംഫണി ഓഫ് വാല്യൂസ്. ദളം 1034. അവതരണം ടീച്ചർ സുനില ജോൺ.